ഹായ്, അസ്സലാമലൈക്കും. വെൽക്കം ടു ലുലു സ്പൈസി കുക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി മത്തൻ പരിപ്പ് പായസം ഉണ്ടാക്കാം. മത്തൻ എന്ന് കേൾക്കുമ്പം ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ മറ്റുള്ള പായസങ്ങളെ പോലെ തന്നെ ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിലേക്ക് ഞാൻ 1 കിലോ മത്തൻ എടുത്തിട്ടുണ്ട്. തോലൊക്കെ ചെത്തി വൃത്തിയാക്കി ഞാൻ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടലപ്പരിപ്പ് ആവശ്യമാണ്. അത് ഒരു 3/4 കപ്പോളം കടലപ്പരിപ്പ് ഞാൻ 2.5 മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വേവിച്ചെടുത്തതാണ്. ഇത്രയും വേണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താലും മതിയാവും. അതേപോലെ 3 ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങയുടെ പാല്, 2ാം പാല് 2 കപ്പ് എടുത്ത് വെച്ചാണിത്. അതേപോലെ 1ാം പാല് 1 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അതിനായി കടലപ്പരിപ്പ് വെന്ത അതേ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ശർക്കര ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ശർക്കര ഒന്ന് നന്നായി തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വെക്കാം. ഇത് നമുക്ക് തേങ്ങാപ്പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ചുവട് കെട്ടിലൊരു പാത്രത്തിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിലാണെങ്കിൽ നമ്മൾ മത്തൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. മത്തൻ വളരെ സോഫ്റ്റാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ വേവായി കിട്ടും. അതുകൊണ്ട് തേങ്ങാപ്പാലിൻ്റെ കൂടെ കൂടുതലായിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിൽ തന്നെ വേവിച്ചെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞ് ഇപ്പം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ഫോമിൽ തന്നെ നമുക്ക് കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ഞാൻ മാറ്റി വെക്കും. ശേഷം നമുക്കിതൊന്ന് അരച്ച് ചേർക്കേണ്ടി വരും. ഇത്രയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കര മെൽറ്റായ വെള്ളം മാറ്റി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. മത്തനും കടലപ്പരിപ്പൊക്കെ നന്നായി വെന്ത് വരുന്നതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായി വേവായി വന്നിട്ടുണ്ട്. മത്തനൊക്കെ കുറച്ചൊന്ന് അടിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു ഫോമിൽ നമുക്ക് 1ാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് 1ാം പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച കടലപ്പരിപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അടിയിൽ പിടിക്കാതെ നോക്കണം. നന്നായി ഇതേപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ ഈ അരികെ വെച്ചിങ്ങനെ മെല്ലൊന്ന് ഉടച്ച് ഇതിൽ ചേർക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കാവും. നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കാം. ഇതേപോലെ ഒരു 2 സ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊന്നും കൂടില്ല, കറക്റ്റായിരിക്കും. ശർക്കരൻ്റെ കൂടെ ഇത് കൂടിയാൽ കറക്റ്റായിരിക്കും. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ശേഷം നമുക്കിതേപോലെ 2 ടീസ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ വറുത്തതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 10 മിനിറ്റ് ഇതുപോലെ മൂടി വെക്കാം. ഞാനിപ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ശ്രമിക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.